ഹലോ, വെൽക്കം ബാക്ക് ടു ലേൺ എക്കണോമി മലയാളം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫൈനാൻഷ്യൽ ഡ്യുവലിസം ഇൻ ഇക്കണോമിക്സ് എന്ന കോൺസെപ്റ്റാണ്. അപ്പോൾ നമുക്ക് അതെന്താണെന്ന് നോക്കിയിട്ട് വരാം. അതായത് നമ്മൾ ഫൈനാൻഷ്യൽ ഡ്യുവലിസം പഠിക്കുമ്പോൾ നമ്മളൊരു ലീസ്റ്റ് ഡെവലപ്ഡ് ഇക്കോണമിയുടെ കേസ് എടുത്തിട്ടായിരിക്കണം നമ്മളിത് പറയേണ്ടത്. ലീസ്റ്റ് ഡെവലപ്ഡ് ഇക്കോണമി അല്ലെങ്കിൽ LDC ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രിയിൽ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ ഉണ്ടാവും. അതായത് അവിടെ രണ്ട് ഡിഫറെൻറ്റ് ഫൈനാൻഷ്യൽ സെക്ടേഴ്സ് ഉണ്ടായിരിക്കും. മെയിൻ ഫൈനാൻഷ്യൽ സെക്ടേഴ്സിനെ അല്ലെങ്കിൽ രണ്ടായിട്ട് ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്തിരിക്കും, അല്ലെങ്കിൽ രണ്ട് സബ് കൈൻഡ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് ടൈപ്സ് ഓഫ് ഫൈനാൻഷ്യൽ സെക്ടേഴ്സ് നമ്മുടെ മെയിൻ ഫൈനാൻഷ്യൽ സെക്ടറിൽ തന്നെ ഉണ്ടായിരിക്കും. ഇത് ഒരേ സമയം തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് കോ എക്സിസ്റ്റൻസ് എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് ലീസ്റ്റ് ഡെവലപ്ഡ് ഇക്കോണമീസിൽ രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ സെക്ടേഴ്സ് കോ എക്സിസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ നോക്കുമ്പോൾ നമുക്കിതിനെ രണ്ടായിട്ട് തിരിക്കാം. ഒന്നിനെ നമുക്ക് ഫോമൽ എന്നും മറ്റേതിനെ നമുക്ക് ഇൻഫോമൽ എന്നും വിളിക്കാം. അപ്പം ഇൻഫോമലും ഉണ്ട്, ഫോമലും ഉണ്ട്. ഇനി ഇൻഫോമൽ എന്ന് പറയുമ്പോൾ കുറച്ച് ട്രഡീഷണൽ ആയിരിക്കും, അത് അൺഓർഗനൈസ്ഡ് ആയിരിക്കും. ട്രഡീഷണൽ ആയിരിക്കും, അൺഓർഗനൈസ്ഡ് ആയിരിക്കും. ഇനി ഫോമലിൻ്റെ കേസ് എടുക്കുകയാണെങ്കിലോ, ഫോമൽ എന്ന് പറയുന്നത് കുറച്ച് മോഡേൺ ആയിരിക്കും, അതേപോലെ ഓർഗനൈസ്ഡ് ആയിരിക്കും. നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ഹലാം മിൻറ്റ് എന്ന് പറയുന്ന ഒരു ഇക്കോണമിസ്റ്റ് ആണ് ഈ ഫൈനാൻഷ്യൽ ഡ്യുവലിസം എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് നമ്മുടെ ഫൈനാൻഷ്യൽ ഡ്യുവലിസം വരാനുള്ള കാര്യം തന്നെ നമ്മുടെ ഫൈനാൻഷ്യൽ മാർക്കറ്റിൽ ഒരു ഓർഗനൈസ്ഡ് വിങ്ങും ഉണ്ടായിരിക്കും, ഒരു അൺഓർഗനൈസ്ഡ് വിങ്ങും ഉണ്ടായിരിക്കും. ഇത് ലീസ്റ്റ് ഡെവലപ്ഡ് ഇക്കോണമീസിൽ വളരെ വളരെ കോമൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് ആസ്പെക്റ്റ് ആണ്. ഇനി നമുക്ക് ഫോമൽ ഫൈനാൻഷ്യൽ സെക്ടറിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണാം, ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരുപാട് റെഗുലേഷൻസ് ഉണ്ട്. ഒരുപാട് റെഗുലേഷൻസ്, ഒരുപാട് റൂൾസ്, ഒരുപാട് ഗൈഡ് ലൈൻസ് എല്ലാം തന്നെയുണ്ട്. അപ്പോൾ ഈ റൂൾസ്, റെഗുലേഷൻസ് ആൻഡ് ഗൈഡ് ലൈൻസ് അനുസരിച്ചിട്ട് വേണം ഈ ഫോമൽ ഫൈനാൻഷ്യൽ സെക്ടർ ബിഹേവ് ചെയ്യാൻ. നമുക്കവിടെ ഒരുപാട് വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന് പറയുമ്പോൾ അതിന് വലിയൊരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ്. പിന്നെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്സ് ഉണ്ട്, സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഉണ്ട്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ മോണിറ്ററി സെക്ടറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ, മണി മാർക്കറ്റിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ, ഒരു ഫോമൽ മണി മാർക്കറ്റിൻ്റെ കേസ് ആണെങ്കിൽ നമ്മുടെ RBI അവിടെ അതിനെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്, മോണിറ്റർ ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, അല്ലേ? അപ്പോൾ നമുക്ക് അവിടെ ഒരു ലീഗൽ ഫ്രെയിംവർക്ക് വരുന്നുണ്ട്, റെഗുലേറ്ററി ഫ്രെയിംവർക്ക് വരുന്നുണ്ട്. ഇതെല്ലാം വെച്ചിട്ടാണ് ഫൈനാൻഷ്യൽ സർവീസസ് ഈ ഫോമലൈസ്ഡ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് തരുന്നത്. അതിനെ ഡെഫിനറ്റ്ലി മോണിറ്റർ ചെയ്യാനും റെഗുലേറ്റ് ചെയ്യാനും ഒരു അൾട്ടിമേറ്റ് അതോറിറ്റി ഉണ്ട്. അവിടെ ഇതാണ് RBI, നമ്മുടെ ഫോമൽ മോണിറ്ററിംഗ് അതോറിറ്റി ഓഫ് മണി മാർക്കറ്റ്, അല്ലേ? ഇനി നമുക്ക് ഇൻഫോമൽ ഫൈനാൻഷ്യൽ സെക്ടർ എന്താണെന്ന് നോക്കാം. ഇൻഫോമൽ സെക്ടർ എന്ന് പറയുമ്പോൾ അവിടെ റൂൾസ് ഇല്ല, അവിടെ റെഗുലേഷൻസ് ഇല്ല, അവിടെ ഗൈഡ് ലൈൻസ് കൊടുക്കാൻ ആരുമില്ല. അങ്ങനെ ഒരു കൈൻഡ് ഓഫ് ഫൈനാൻഷ്യൽ സെക്ടറാണ് ഇൻഫോമൽ ഫൈനാൻഷ്യൽ സെക്ടർ. ഇതിൻ്റെ പെർഫെക്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇൻഫോമൽ മണി ലെൻഡേഴ്സ് ആണ്. ഇൻഫോമൽ മണി ലെൻഡേഴ്സ് എന്താണ് ചെയ്യുക? അവർക്ക് അവിടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഒന്നും പാലിക്കാതെ നമ്മൾ കുറച്ച് കാശ് വേണം എന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ അവർ കാശ് തരുന്നുണ്ട്. പക്ഷേ അവരവിടെ ചെയ്യുന്ന എന്താണ്? ഒരു തരത്തിൽ വളരെ എക്സ്പ്ലോയിറ്റേറ്റീവ് ബിഹേവിയറാണ് അവിടെ ചെയ്യുന്നത്. അവരൊരു ഹൈ ഇൻട്രസ്റ്റ് അവിടെ ചാർജ് ചെയ്യും. അപ്പം ചിലപ്പോൾ ഇവർ ചാർജ് ചെയ്യുന്ന ഈ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് മിക്കവാറും ബാങ്ക് ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റിനേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ അത് കാരണം എക്സ്പ്ലോയിറ്റേഷനാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവർ എക്സിസ്റ്റ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ഒരു ഇൻഫോമൽ ഫൈനാൻഷ്യൽ സെക്ടറും അതുമായിട്ട് ഡീൽ ചെയ്യുന്ന ആൾക്കാരും അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ്? കാരണം നമുക്ക് ബാങ്ക് പോലുള്ള ഫോമൽ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നും ലോൺ എടുക്കാനായിട്ടൊക്കെ ചെല്ലുമ്പോൾ അവിടെ നമുക്ക് ഒരു കൊലാട്രൽ എന്ന് പറയുന്ന ഒരു സാധനം വേണം.
എന്താണ് കൊലാറ്ററൽ? ഇതിന് മോർട്ടേജ് സെക്യൂരിറ്റി എന്നുള്ള വേറൊരു വാക്കിലും അറിയപ്പെടുന്നുണ്ട്. അതായത് ഈട് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലോൺ കിട്ടത്തുള്ളൂ. അപ്പോൾ ലാൻഡ് ഇല്ലാത്ത ഒരു ഫാർമറിൻ്റെ കേസ് എടുത്തു നോക്കി, സ്വന്തം ഭൂമിയിൽ കൃഷി ഇറക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു കൃഷിക്കാരൻ, അയാൾ ചിലപ്പോൾ മറ്റുള്ളവരുടെ ലാൻഡ് പാട്ടത്തിന് എടുത്തിട്ടായിരിക്കും കൃഷി ഇറക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഒരു ഫാർമറിന് എങ്ങനെയാണ് ലോൺ കിട്ടുന്നത്? കാരണം അയാൾക്ക് സ്വന്തമായിട്ടൊന്നുമില്ല, പ്രോപ്പർട്ടി ഇല്ല, വേറെ ഒരു അസറ്റും ഇല്ല. ഇങ്ങനെയുള്ള ആൾക്കാർ മിക്കവാറും ഈ ഇൻഫോർമൽ മണി ലെൻഡേഴ്സിൻ്റെ അടുത്ത് ചെന്നിട്ടാണ് കാശ് കടം വാങ്ങിക്കുന്നത്. അവർക്ക് നല്ലൊരു പ്രോപ്പർ ക്രെഡിറ്റ് ഹിസ്റ്ററി ഒന്നും ഇല്ല. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അവർക്ക് ലോൺ കൊടുക്കാനുള്ള അങ്ങനെ ഒരു പ്രൊവിഷനും ഇവിടെ വരുന്നില്ല. അപ്പോൾ അവർ പോയി ഇൻഫോർമൽ മണി ലെൻഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങും, അല്ലേ? പക്ഷെ അവിടെ പിന്നീട് എന്താണ് സംഭവിക്കുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ഈ കൃഷി ലോസിൽ എൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ, ചിലപ്പോൾ അവിടെ ഒരു ക്രോപ്പ് ഫെയിലിയർ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബാഡ് ഹാർവെസ്റ്റ് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബാഡ് മൺസൂൺ വരികയാണെങ്കിൽ ആ കർഷകന് അത് ആ കാശ് തിരിച്ചടയ്ക്കാൻ കഴിയണമെന്നില്ല. ചിലപ്പോൾ അത് അവരുടെ സൂയിസൈഡിലേക്ക് തന്നെ, ഫാമർ സൂയിസൈഡ് എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യും. അപ്പോൾ ഇൻഫോർമൽ കൈൻഡ് ഓഫ് ഫൈനാൻഷ്യൽ സെക്ടർ എന്ന് പറഞ്ഞാൽ റൂൾസും റെഗുലേഷൻസും ഗൈഡ്ലൈൻസും മോണിറ്ററിങ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അവിടെ ഒരുപാട് എക്സ്പ്ലോയിറ്റേഷൻ നടക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് വരാനുള്ള ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ സൊസൈറ്റിയിലുള്ള ഒരു ഇൻഇക്വാലിറ്റി സെനാറിയോയിൽ നിന്നാണ് ഇത് വരുന്നത്. റിച്ച് ആൻഡ് പുവർ എന്ന് പറയുന്ന ഒരു സ്ട്രോങ് ഡിവിഷൻ നമ്മുടെ ഇക്കോണമിയിലുണ്ട്. റിച്ച് ആൾക്കാർക്ക് അവർക്ക് ക്രെഡിറ്റ് ഹിസ്റ്ററി പ്രോപ്പറായിട്ടുണ്ടായിരിക്കും, അവർക്ക് അതേപോലെ തന്നെ പ്ലെഡ്ജ് ചെയ്യാൻ കൊലാറ്ററൽ ഉണ്ടായിരിക്കും, അപ്പോൾ അവർക്ക് പെട്ടെന്ന് ലോൺ കിട്ടും. പക്ഷേ പുവർ ആൾക്കാരുടെ കേസ് അങ്ങനെയല്ല. അതേപോലെ സ്ട്രക്ചറൽ ലിമിറ്റേഷൻസ്, കുറേ റൂൾസ് അൺറിക്വയർഡ് ആയിട്ടുള്ള, ചിലപ്പോൾ അൺവാണ്ടഡ് റൂൾസും റെഗുലേഷൻസും ഒക്കെ ഉണ്ടായിരിക്കും ഇതിൻ്റെ പിന്നിൽ. കാരണം നമുക്കറിയാം 2008 ക്രൈസിസ് എടുത്ത് നോക്കുകയാണെങ്കിൽ, ഫൈനാൻഷ്യൽ ക്രൈസിസ് എടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ബാങ്കിങ് സെക്ടറിൽ എന്തുകൊണ്ട് റൂൾസും റെഗുലേഷൻസും വേണമെന്നും, എന്തുകൊണ്ട് ഗൈഡ്ലൈൻസ് കൊടുക്കാൻ ഒരു ബോഡി വേണമെന്നും, എന്തുകൊണ്ട് ഒരു മോണിറ്ററിങ് സിസ്റ്റം അവിടെ വ്യക്തമായിട്ട് വൃത്തിയായിട്ട് നടത്തണമെന്നും ഒക്കെ നമുക്ക് മനസ്സിലാവും. കാരണം ഈ 2008 റെസഷൻ നടന്നത് തന്നെ, അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് തന്നെ US ബാങ്കിങ് സെക്ടറിൽ നടക്കുന്ന സംഭവമാണ്. നമ്മൾ പറയുന്നത് ഹൗസിംഗ് ബബിൾ ബേസ്റ്റ് എന്നാണ് പറയുന്നത്. സോ പ്രോപ്പറായിട്ട് ഫൈനാൻഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലെങ്കിൽ, ഇൻക്ലൂസീവ് കൈൻഡ് ഓഫ് പോളിസീസ് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു ഡ്യൂവലിസ്റ്റിക് കൈൻഡ് ഓഫ് ഫൈനാൻഷ്യൽ സ്ട്രക്ചറിന് വഴിയൊരുക്കി കൊടുക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. സോ എന്നാൽ പോലും നമ്മൾ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ, ഒരു പെർസ്പെക്റ്റീവിൽ നിന്ന് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും പുവർ ഫാമേഴ്സിന് എന്തായാലും മിക്കുള്ള ആൾക്കാർക്കും ഈ ഫോർമൽ ഫൈനാൻഷ്യൽ സെക്ടറിനെ അതിൽ നിന്നും അതിനെ ഡിപ്പെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഈ ഫോർമൽ ഫൈനാൻഷ്യൽ സെക്ടറിൽ നിന്നും ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് കിട്ടാനുള്ള ചാൻസസ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ അഗ്രികൾച്ചറിന് ഒരു പ്രയോറിറ്റി സെക്ടർ ആയിട്ടൊക്കെ എടുത്തിട്ട് ഗവൺമെൻറ് സബ്സിഡൈസ് ക്രെഡിറ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്. എന്നാലും അത് എത്ര പേർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതൊക്കെ ഇപ്പോഴും നമ്മളടുത്ത് തന്നെ ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഫോർമൽ ഫൈനാൻഷ്യൽ സെക്ടർ എന്ന് പറയുന്നത് പുവർ ആൻഡ് മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് നോൺ അക്സസിബിൾ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഇൻഫോർമൽ ഫൈനാൻഷ്യൽ സെക്ടറിൻ്റെ ആവശ്യകത ഇല്ലേ എന്ന് നമ്മൾ ചിന്തിക്കണം. പക്ഷെ അത് എക്സ്പ്ലോയിറ്റേറ്റീവ് ആവാതെ ഇരിക്കാനുള്ള ഗൈഡ്ലൈൻസ് നമുക്ക് വേണം. ഗൈഡ്ലൈൻസ് ഡെഫിനറ്റ്ലി ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ മോണിറ്ററിങ് അതോറിറ്റിക്ക് ഇഷ്യൂ ചെയ്യാം. എന്തെങ്കിലും ഒരു സെറ്റപ്പ് അവിടെ ഉണ്ടായിരിക്കണം. പ്രൊട്ടക്ഷൻ വേണം. നമ്മുടെ ഇങ്ങനെ കാശ് കടം വാങ്ങിക്കുന്ന ആൾക്കാർക്ക് പ്രൊട്ടക്ഷൻ വേണം. ഈ ഒരു സിസ്റ്റം തന്നെ ട്രാൻസ്പെറൻ്റ് ആക്കണം. എന്നാൽ മാത്രമേ നമുക്കൊരു സ്റ്റെബിലിറ്റി ഉണ്ടാവുകയും ഇക്കണോമിക് ഡെവലപ്മെൻറ്റിനും എഫിഷ്യൻസിക്കും ഒക്കെ കാരണമാവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഈ ഗവൺമെൻറ് ശരിക്കും ഒരുപാട് മെഷേഴ്സൊക്കെ എടുത്തിട്ടുണ്ട് ഫൈനാൻഷ്യൽ ഇൻക്ലൂഷന് വേണ്ടിയിട്ട്. ഇപ്പോൾ നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന ഏതൊരു ഫൈനാൻഷ്യൽ അസിസ്റ്റൻസും നമുക്ക് കിട്ടുകയുള്ളൂ. ഇപ്പോൾ അതൊരു പെൻഷൻ ആയിക്കോട്ടെ, അതൊരു സബ്സിഡി ആയിക്കോട്ടെ,
നേരത്തെ പോലെ നമുക്ക് ഡയറക്റ്റ് ലിക്വിഡ് ക്യാഷ് നമ്മുടെ കയ്യിൽ വെച്ചേരുന്ന സിസ്റ്റം അല്ല. എല്ലാം ബാങ്ക് അക്കൗണ്ടുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ കൂടുതൽ ആൾക്കാർ ബാങ്ക് അക്കൗണ്ട്സ് എടുക്കാനായിട്ട് നിർബന്ധിതരാകുന്നു. അപ്പോൾ നമ്മുടെ നമ്പർ ഓഫ് ബാങ്ക് അക്കൗണ്ട്സ് ഇൻ ഇന്ത്യൻ ഇക്കോണമി ഇൻക്രീസ് ചെയ്യുകയാണ്. ഈ ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ നമ്മൾ 5 ഇയർ പ്ലാൻസിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിലും നമുക്കറിയാൻ പറ്റും 5 ഇയർ പ്ലാൻസിലും ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ ഇമ്പോർട്ടൻസിനെ ഗവൺമെൻറ് ഹൈലൈറ്റ് ചെയ്ത് സ്ട്രെസ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ വരുന്നുണ്ട്. കാരണം ഈ ഗവൺമെൻറ് ഈ പോളിസി കാരണം തന്നെ, അതായത് എല്ലാ യൂണിലാറ്ററൽ പേയ്മെൻറ്റ്സും ഗവൺമെൻറ് കൊടുക്കുന്ന എല്ലാ യൂണിലാറ്ററൽ പേയ്മെൻറ്റ്സും, അതായത് വൺ സൈഡഡ് പേയ്മെൻറ്റ്സും നമ്മുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ടാണ് കണക്ട് ചെയ്ത് വരുന്നത്. ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ക്രെഡിറ്റ് ആയിട്ട് വരുന്നത്. അപ്പം നമുക്ക് ഇനിയും കുറച്ചുകൂടെ റെഗുലേറ്ററി ഫ്രെയിംവർക്ക്സ് വേണം. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഫോർമൽ ഫൈനാൻഷ്യൽ സെക്ടറിനെ താഴെക്കിടയിലുള്ള ആൾക്കാരുടെ ഇടയിൽ കൊണ്ടെത്തിക്കാനും, അതായത് അവരിലേക്കും ഈ ബെനിഫിറ്റ് എത്തിക്കാനും, ബാങ്ക്സ് വളരുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് ശരിക്കും ഡൗൺ റോഡനായിട്ട് ജീവിക്കുന്ന, മാർജിനലൈസ്ഡ് ആയിട്ട് ജീവിക്കുന്ന, റിമോട്ട് ഏരിയാസിലായിട്ട് ജീവിക്കുന്ന ആൾക്കാരിലും എത്തിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും കൂടുതൽ ബാങ്ക് ബ്രാഞ്ചസ് വില്ലേജസിൽ, റൂറൽ ഏരിയാസിൽ കൊണ്ടുവരണം. ഇപ്പോൾ അതിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. വില്ലേജസിലൊക്കെയുള്ള ബാങ്ക് ബ്രാഞ്ചസ് നേരത്തെ പോലെയല്ല. ഇപ്പോൾ നമുക്ക് കൂടുതൽ വില്ലേജസിൽ ബാങ്ക് ബ്രാഞ്ചസ് കാണാൻ പറ്റും. ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് കംപ്ലീറ്റ് വില്ലേജും ബാങ്ക് ബ്രാഞ്ചസ് ഉണ്ട് എന്നല്ല, എല്ലാ വില്ലേജസിലും ബാങ്ക് ബ്രാഞ്ചസ് ഉണ്ട് എന്നല്ല. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ അത് എക്സ്പാൻഡ് ചെയ്ത് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. ഇനി ഇൻഫോർമൽ കേസിലായിട്ട് വരുമ്പോൾ ഇൻഫോർമൽ സെക്ഷൻസിൽ അല്ലെങ്കിൽ ഇൻഫോർമൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ചെറിയ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുവന്നിട്ട് നമുക്കൊരു റെഗുലേഷൻ്റെ കീഴിൽ ഇതിനെ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് കുറേയൊക്കെ തന്നെ എക്സ്പ്ലോയിറ്റേഷൻ കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫൈനാൻഷ്യൽ ഡ്യുവലിസത്തിനെ കാണേണ്ടത്. സ്റ്റിൽ ഇതൊരു ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏരിയയാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് തിയറീസ് നമ്മുടെ ഫൈനാൻഷ്യൽ ഡ്യുവലിസത്തിൽ കാണാൻ പറ്റും. ഫൈനാൻഷ്യൽ ഡ്യുവലിസത്തിൻ്റെ കോസസ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട്, ഇംപ്ലിക്കേഷൻസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഒരുപാട് തിയറീസ് വരുന്നുണ്ട്. സോ അതാണ് ഫൈനാൻഷ്യൽ ഡ്യുവലിസം. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. അതേപോലെ നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, മെറ്റീരിയൽസ് ഒക്കെ അവിടെ അവൈലബിൾ ആണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ലേൺ എക്കണോമി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, അതിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ അതാണ്. ഇനി പുതിയൊരു വീഡിയോ വഴി കാണുന്നത് വരെ ബൈ.